പ്രിയമുള്ളവരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിലുള്ള വീഡിയോ ആണ്. അത് നിങ്ങളെല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എങ്കിലേ ഞങ്ങൾക്ക് വ്യൂസ് കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇന്ന് ഈ സമയം വരെ 5000 രൂപയോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പലതുള്ളി പെരുവെള്ളം പോലെ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക. നിങ്ങൾക്കറിയാവുന്നുള്ള ഇപ്പോൾ പിന്നെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്നവരെ സഹായിക്കുന്ന, ബിസിനസ് ചെയ്യുന്നവർ, വലിയ ജോലി ഇരിക്കുന്നവർ, സഹായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ദയവേത് നിങ്ങൾ എൻ്റെ വീഡിയോസ് അയച്ചു കൊടുക്കുക. അല്ലെ, നിങ്ങളെ ഫാമിലിയിലൊക്കെ ഉള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറയുക. എനിക്ക് പമ്പ് വാങ്ങേണ്ട വളരെ അത്യാവശ്യമാണ്. വലിയ വേദനയും കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷുഗറിൻ്റെ പ്രശ്നങ്ങളും നടുവിൻ്റെ പ്രശ്നം എല്ലാം കൂടെ കൂടിയിട്ട് കൂടുതലാണ്. അതുപോലെ തന്നെ HB എന്ന് പറയുന്ന 5 ആയി, വെയിറ്റ് എന്ന് പറയുന്നത് 37 അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും ഉണ്ടാവണം. ഇന്ന് ഇതുവരെ ഉണ്ടായ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ മാക്സിമം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഞങ്ങളെ കൂടെ സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യിച്ചു. അതിനെല്ലാം നന്ദി പറയുന്നു. കൂടുതൽ പേരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ അയയ്ക്കുക. എത്രയും വേഗം തന്നെ ഇൻസുലിൻ പമ്പ് വാങ്ങിച്ചാൽ കുറച്ചെങ്കിലും ഒരു വ്യത്യാസം കാണുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ബുദ്ധിമുട്ട്. കാരണം വേദന താങ്ങാൻ വയ്യാതെ മെഡിസിൻ വളരെ എഫക്റ്റ് ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഓർമ്മ പോകുന്ന അവസ്ഥയിലെ കുഞ്ഞു മക്കളുള്ളപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പേടി, ഒരു സങ്കടം വരും. അപ്പോൾ എനിക്ക് പേടി കൂടും, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ മാക്സിമം എന്നെ സഹായിക്കാൻ പറ്റുന്നവരിലേക്ക് വീഡിയോ എത്തിക്കുക, എന്നെ സഹായിക്കുക. പലതുള്ളി പെരുവെള്ളം പോലെ കുറേശ്ശെ വലിയൊരിതിലോട്ട് നമുക്ക് പോവാം. ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. പിന്നെ എനിക്ക് ഒരു ഫാമിലി ഇന്നലെ കുറച്ച് കാശ് കുറച്ച് വീട്ടിൽ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും അയച്ചു തന്നിട്ടുണ്ട്. അവരുടെ പേര് പറയരുതെന്ന് പറഞ്ഞു. അവർക്ക് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. ഈ ഡ്രസ്സ് വീട്ടിലിടാൻ വേണ്ടിയിട്ട് കവർ പോലും പൊട്ടിക്കാതെയാണ് മേടിച്ചവരെ എനിക്ക് അയച്ചു തന്നത്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളെ കുടുംബത്തോടു കൂടി നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ സ്വീകരിച്ചതിന് എല്ലാവർക്കും നന്ദി. എല്ലാവരുടെ പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്നു. കൂടുതൽ പ്രാർത്ഥനയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവുക. മാക്സിമം ആളുകളിലേക്ക് അയയ്ക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറയുക. നിങ്ങളുടെ ഫാമിലിയിലൊക്കെ നല്ല ജോലി